ഗംഗാവലിപ്പുഴ അതിൻ്റെ പഴയ ഒഴുക്ക് വീണ്ടെടുത്തിരിക്കുകയാണ്. 2 നോട്ട്സിലേക്ക് ഗംഗാവലിപ്പുഴയുടെ ഒഴുക്കെത്തിയിരിക്കുന്നു. ആഴവും കുറഞ്ഞിട്ടുണ്ട്, തെളിനീരൊഴുക്കാണ്, വിസിബിലിറ്റിയും കൂടുതലാണ്. ഈ സാഹചര്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി അർജുനെ കണ്ടെത്താനുള്ള ശ്രമം തുടരണമെന്നാണ് കുടുംബം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഞ്ജു നമുക്കൊപ്പം ചേരുന്നുണ്ട്, അർജുൻ്റെ സഹോദരി. AK മഷ്റഫ് MLA നമുക്കൊപ്പമുണ്ട്. ഈശ്വർ മാൽപ്പയും നമുക്കൊപ്പം ചേരും അല്പസമയത്തിനുള്ളിൽ. ആദ്യം അഞ്ജുവിലേക്ക് ഞാൻ പോയി വരാം. അഞ്ജു, ഇന്നത്തെ തെരച്ചിലൊക്കെ കണ്ടിട്ടുണ്ടാവും, തെരച്ചിലിൻ്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് നമ്മുടെ അർജുൻ ഓടിച്ചിരുന്ന നമ്മുടെ ലോറിയിലെ തടി കെട്ടാൻ ഉപയോഗിച്ച കയറിൻ്റെ ഒരു ഭാഗം കണ്ടെത്തിയിരിക്കുന്നു. ഇന്നലെ ജാക്കി ലിവർ കണ്ടെത്തിയിരിക്കുന്നു. ഈ 2 കാര്യങ്ങളെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂ. മറ്റു ലോഹഭാഗങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പില്ല. ഡ്രഡ്ജർ കൊണ്ടുവരാമെന്ന് കർണാടക സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നു. അതിൻ്റെ അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തും. നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ മുതൽ അന്വേഷണം പുനരാരംഭിക്കും. ഇതുവരെയുള്ള തെരച്ചിലിൽ കുടുംബം തൃപ്തമല്ലേ അഞ്ജു? അതെ സാർ, ഇപ്പം നമ്മളെ കുടുംബത്തിനെ പോലെ തന്നെ കാണാതായ മറ്റ് 2 പേരുടെയും കുടുംബത്തിനിത് ഒരു ആശ്വാസ വാർത്തയായിരിക്കും. കാരണം ഒരു മാസത്തെ ഒരു കാത്തിരിപ്പാണ്, നമ്മളെപ്പോലെ അവർക്കും ഉണ്ടാവും. അപ്പം ഭയങ്കര ആശ്വാസ വാർത്തയാണ് സാർ. ഈ ഒരു തെരച്ചിൽ നമ്മളിപ്പോൾ പൂർണ്ണ തൃപ്തരാണ്. ഇനി മുന്നോട്ട് ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നു എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഗോവയിൽ നിന്നാണ് ഡ്രഡ്ജർ കൊണ്ടുവരേണ്ടത്. അതിൻ്റെ ചിലവ് കർണാടക സർക്കാർ വഹിക്കുമെന്ന് പറയുന്നു. ഒരുപക്ഷേ ഡ്രഡ്ജർ കിട്ടുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും സൂചന കിട്ടിയേക്കാം. വെള്ളിയും ശനിയും തെരച്ചിൽ നടക്കും, നാളെ വ്യാഴാഴ്ച തെരച്ചിലില്ല. അപ്പോൾ ഡ്രഡ്ജർ കൊണ്ടുവരാനെടുത്ത തീരുമാനത്തെയും കുടുംബം സ്വാഗതം ചെയ്യുന്നില്ലേ അഞ്ജു? ഉറപ്പായിട്ടും സാർ, ഇത് നമ്മൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു. നമ്മൾ ഡ്രഡ്ജർ മാതിരിയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നടക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴെങ്കിലും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അഞ്ജു, ഇതിലൊരു ആശ്വാസകരമായ കാര്യം, നമുക്ക് ആദ്യമായിട്ടാണ് ഈ ലോറിയുടെ എന്തെങ്കിലും ഭാഗങ്ങൾ കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് ഉറപ്പില്ലാത്തത് അതിനുള്ളിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ്. ജാക്കി കിട്ടി, ഒപ്പം കയറിപ്പോൾ മനാഫ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനം, ഞങ്ങൾ തന്നെ ഇന്നിപ്പോൾ വാഹനത്തിൻ്റെ പല ഭാഗങ്ങളും പരിശോധിച്ചപ്പോൾ ഈ 2 ഭാഗങ്ങളാണ് നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചത്. ഈ സ്ഥലത്ത് ലോറി ഉണ്ടാവും എന്ന് തന്നെയാണോ നിങ്ങളും കരുതുന്നത്? ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കുറേ പേര് പറയുന്നു അവൻ്റെ ലോറി തട്ടിക്കൊണ്ടുപോയതാകാം, കുറേ പേര് പറയുന്നു അവൻ അപകടത്തിൽപ്പെട്ട് എവിടെയോ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൻ ലോറിയായിട്ട് മുങ്ങിയിട്ടുണ്ട്. പലരും പലതുമാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അതൊന്നുമല്ല യാഥാർത്ഥ്യം, ഇതൊന്നും അല്ല, ഇതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഉൾക്കൊള്ളാനും അവൻ്റെ വണ്ടി അവിടെ തന്നെയാണ് പോയത്, അല്ലെങ്കിൽ അവൻ അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചത്. അതായത് ആ ഒരു സത്യം, അർജുൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ അർജുൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ് നമ്മളിരിക്കുന്നത്. കഥകളും കെട്ടുകഥകളും എല്ലാം മാറ്റി അതിലൊരു വ്യക്തത വരണം. അതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഒന്ന്. രണ്ടാമത്തത്, അമ്മ ചോദിച്ചതുപോലെ ഞങ്ങളിനി എന്ത് ചെയ്യണമെന്ന് ഉത്തരം കിട്ടണമെങ്കിൽ ഈ വണ്ടി കണ്ടെത്തിയാലേ മതിയാവൂ അർജുൻ അവിടെയുണ്ട് എന്നുള്ളത്. അതല്ലെങ്കിൽ അർജുൻ മിസ്സിംഗ് ആണ് എന്ന് മാത്രമായിരിക്കും നമ്മുടെ മുന്നിലുള്ളതല്ലേ? അതെ, അവനെന്ത് പറ്റിയെന്നുള്ളത് നമുക്കറിയാം. എന്നും ഇപ്പോഴും അച്ഛനും അമ്മയും ഒക്കെ രാത്രിയാകുമ്പോൾ ഒരു സമയം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇതാണ്, എന്താ ഞങ്ങളെ മോന് പറ്റി, എൻ്റെ മോനെ എവിടെ പോയി, അച്ഛൻ കരഞ്ഞ് പറയുന്നത് കേൾക്കണം, എൻ്റെ മോനെ ഈ എപ്പോഴാണ് വരിക, അച്ഛൻ കാത്തു വെക്കണം. ഇതന്നെയാണ് നമ്മൾ എന്നും കേൾക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു അവസാനം വേണം. അഞ്ജു നേരത്തെ പറഞ്ഞല്ലോ, വണ്ടി തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ അർജുനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കഥകളൊക്കെ ഒരുപാട് പല ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിക്കുന്നുണ്ടല്ലേ? അതെ അതെ, ഒരുപാട് പേര് ഇപ്പം വരുന്ന ആളുകളാണെങ്കിലും പറയും ഒരുപക്ഷെ അങ്ങനെ ആവണേ ഇങ്ങനെ ആവണേ, അവനൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള നമ്മളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. നമ്മളെ വിളിച്ചും അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് അൺനോൺ മെസ്സേജസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് അവൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട്. നമ്മളെക്കാട്ടും എല്ലാവരെക്കാട്ടും ആ ഒരു എഫേർട്ട് എടുത്തിട്ട് നമ്മളിൽ എന്താണ് വാർത്ത നിന്നത് മുതൽ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി നമ്മൾ എന്താ ചെയ്യുക ചേച്ചി, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്കും എല്ലാവർക്കും അവന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും ഇതിനൊരു ഉത്തരം കിട്ടണം. എനിക്കൊന്നു അഞ്ജു, ഒരു തരത്തിൽ ചിന്തിച്ചു നോക്കിയാൽ അർജുൻ ഇപ്പോൾ മലയാളിയുടെ എല്ലാ വീടുകളിലെയും ഒരു കുടുംബാംഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഒരു നാട് വീടായി മാറുന്നു, ഒരു വീട് നാട്ടുകാർ ഏറ്റെടുക്കുകയാണ്. എവിടെ പോയാലും അർജുനെ കുറിച്ച് ചോദിക്കുന്നു. ഏത് വലിയ വാർത്ത വരുമ്പോഴും അതിനിടയിൽ ഒരു കമൻറ്റ് ഞങ്ങൾ കാണുന്നു, അർജുൻ്റെ കാര്യം എന്തായി, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു.
മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം അർജുൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു തരത്തിൽ അഞ്ജു നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ലേ അത്? അതെ സർ, നമുക്കൊക്കെ ഒരു അത്ഭുതമുണ്ട്. അവൻ അത്രയും ആളുകളാണ് അവനെ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് വിഷമമുള്ള കാര്യമാണെങ്കിൽ കൂടി അവൻ അത്രയും ആളുകളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അവൻ എന്ത് സംഭവിച്ചാലും അവൻ ഇപ്പോഴും ഉള്ള പോലെയാണ്. അത്രയും ആളുകളാണ് അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതും അവന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നതും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നതൊക്കെ. താങ്ക് യു അഞ്ജു. നമുക്കെന്തായാലും മറ്റന്നാൾ കാത്തിരിക്കാം. നാളെ ഒരു ദിവസം സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് അവധിയാണ്. അതുകൊണ്ട് നാളെ തെരച്ചിൽ നടത്താൻ കഴിയില്ല സംവിധാനത്തിന്. മറ്റന്നാൾ വീണ്ടും ഇതേ നിലയിൽ തന്നെ സംവിധാനം തുടരും. ഡ്രഡ്ജർ തിങ്കളാഴ്ചയോട് കൊണ്ടുവരും അഞ്ജു. നമുക്കെല്ലാവർക്കും പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം അഞ്ജു. ഞാൻ അഞ്ജുവിനെ സ്വതന്ത്രയാക്കാണ്. അഞ്ജു പറഞ്ഞതുപോലെ എല്ലാ കെട്ടുകഥകളിൽ നിന്നും ഒരു മോചനം വേണം, എല്ലാ അഭ്യൂഹങ്ങളിൽ നിന്നും ഒരു മോചനം വേണം, ഒരുപാട് ചോദ്യങ്ങളിൽ നിന്നും ഒരു മോചനം വേണം. ആ അച്ഛനും അമ്മയ്ക്കും ഒന്ന് പറഞ്ഞ് ആശ്വസിക്കണം. അവൻ പോയെങ്കിൽ പോയി, അതല്ലെങ്കിൽ അവനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടി എന്ന് പറയാനുള്ള ഒരു കുടുംബത്തിൻ്റെ അവകാശത്തിനു വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്.